വീണ വിജയൻ ഇഡിക്ക് മുന്നിൽ ചോദ്യം ചെയ്യലിന് വിധേയയായിക്കൊണ്ടിരിക്കുകയാണ് നമ്മളിപ്പോൾ ഈ വീഡിയോ ഷൂട്ട് ചെയ്യുമ്പോൾ. ഇന്ന് വീണ വിജയൻ അകമ്പടിക്കായിട്ട് കട്ടയും മുട്ടയും ഒന്നുമില്ല, ഇഷ്ടികയില്ല. ഇഷ്ടിക അതാണ്, കട്ടയും മുട്ടയും ഇല്ല എന്ന് പറഞ്ഞത് പ്രാസം ഒപ്പിച്ചങ്ങ് പറഞ്ഞതാണ്. മാത്രമല്ല മുദ്രാവാക്യം വിളിക്കാൻ ആളുമില്ല, ഇല്ല. തീർത്ത വിളിക്കാൻ പിന്നെ കൈ ഉരുട്ടി നമ്മൾ ഒന്നിച്ചങ്ങ് ഇറങ്ങുകയല്ലേ എന്ന് ചോദിക്കാനും ആരുമില്ല. പിതാശ്രീ തിരുവനന്തപുരത്തിരുന്ന് ഇങ്ങനെ കുറച്ചു കണ്ടു. പിതാശ്രീ ഭക്ഷണം പോലും കഴിക്കാതെ വീട്ടിൽ കാത്തിരിക്കുകയാണ്. ഭർത്താവ് ഓടിക്കൊണ്ടുവന്ന് അവിടെ കൊണ്ടിറക്കി വിട്ടിട്ട് അദ്ദേഹം ഒന്ന് മുങ്ങി. എസ്കേപ്പ്, CID എസ്കേപ്പ് എന്ന് പറയുന്നത് എന്തൊക്കെ ബഹളമായിരുന്നു. എന്തായിരുന്നു ഇവിടെ കഴിഞ്ഞ ഒരു മാസം മുമ്പ് ഇവിടെ നടന്നത് ഓർക്കുന്നോ? അതെ, അത് മാത്രമല്ല സാക്കന്മാർക്ക് ഇപ്പോഴാണ് നേരം വെളുത്ത് വന്നത്. ഇവർ 3 ദിവസമുള്ള നേരം വെളുത്തിട്ട് അപ്പോഴാണ് ഓരോരോ ചിന്തകൾ കടന്നു വന്നത്. ഇപ്പോൾ P രാജുവും MA ബേബിയും തോമസ് ഐസക്കും DFI പിള്ളേരും എല്ലാവരും ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പോഴാണ്. അവർ ആ കെട്ടുവിട്ടിട്ടില്ലായിരുന്നു പഴയത്. അല്ല, അന്ന് എന്താണ് ശരിക്കും ഓർക്കുന്നത്? അന്ന് നമ്മുടെ ഈ ഹോസ്പിറ്റലുണ്ടല്ലോ, ഹോസ്പിറ്റലിലായിരുന്നല്ലോ ഇവർ താമസിച്ചുകൊണ്ടിരുന്നത്, പഴയ ആ പഴയ പ്രസവ ആശുപത്രി. ആ പ്രസവ ആശുപത്രി ഇപ്പോൾ കെട്ടിടം വീടാക്കി മാറ്റിയിട്ട് അവിടെയാണ് പിണറായി വിജയൻ വാടകയ്ക്ക് താമസിച്ചുകൊണ്ടിരുന്നത്. അവിടേക്കാണ് ED സംഘം വന്നു കഴിഞ്ഞ് എന്തൊക്കെ പൂയിലായിരുന്നു നടന്നത്. ഒരു രക്ഷയില്ല. പാവപ്പെട്ട റോബിൻ നായക്ക് മാത്രമാണ് വെളിയിൽ കിടക്കേണ്ടി വന്നത്. റോബിൻ പട്ടി, പിണറായി വിജയന്റെ പെറ്റ് ഡോഗ് റോബിൻ പട്ടി വെളിയിൽ കാത്തു കിടക്കുന്നു. ഒപ്പം തന്നെ അദ്ദേഹത്തിന്റെ വിശ്വസ്തരായിട്ടുള്ള റോബിൻ പട്ടിയുടെ പോലെ തന്നെ വിശ്വസ്തരായിട്ടുള്ള പഴയ ഗൺമാന്മാര് വളരെ വിഷാദ മൂകഭാവരായിട്ട് അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു. പിന്നെ കടകംപള്ളി സുരേന്ദ്രൻ, ശിവൻകുട്ടി അപ്പൂപ്പൻ, പിന്നെ ജോയി, IP ബിനു, അങ്ങനെ കുറേ ആൾക്കാർ വെളിയിൽ, ബിനീഷ് കോടിയേരി എന്നിവർ അവരെല്ലാം ഇതിന് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് അവിടെ കുത്തിപ്പിടിച്ച് സമാധാന ആഹ്വാനങ്ങളുണ്ട്. അതെ, ആരും ഒന്നും ചെയ്യാൻ പാടില്ല, നീക്കുകയായിരുന്നു. പക്ഷേ ഭയങ്കര മുദ്രാവാക്യം വിളി ഉണ്ടായിരുന്നു. ഇങ്ങോട്ടിറങ്ങി അവിടെ കാണിച്ചു തരാമെന്നൊക്കെ പറഞ്ഞുള്ള മുദ്രാവാക്യം. കാരണം ED കയറിയിരിക്കുന്ന എവിടെയാണ്? ഞങ്ങളുടെ പ്രിയ സഖാവിൻ്റെ വീട്ടിലാണ്. ഞങ്ങൾ പ്രിയ സഖാവിനെ രാഷ്ട്രീയമായി നേരിടാൻ ശ്രമിക്കുന്നു എന്നായിരുന്നു ഇവരുടെ ഏറ്റവും രസകരവും ശ്രദ്ധേയവുമായ പ്രതികരണം. വീണമോളുടെ ഭർത്താവായിട്ടുള്ള മുഹമ്മദ് റിയാസിൻ്റെതായിരുന്നു. സംഘപരിവാർ അജണ്ട നടപ്പാക്കാൻ അനുവദിക്കില്ല. ഇവർ വ്യക്തിപരമായി നടത്തിയ ഒരു വിഷയത്തിന്റെ പേരിൽ, വ്യക്തിപരമായിട്ട് ഉടായ്പിന്റെ പേരിൽ സമ്പാദിച്ച ധനത്തിന്റെ പേരിൽ ഒരു സർക്കാർ ഏജൻസി അന്വേഷണത്തിന് വരുന്നു. അവിടെ സംഘപരിവാറിന് എന്താണ്? സംഘപരിവാറിന് എന്ത് കാര്യം? മാത്രമല്ല ഈ പ്രതിഷേധിക്കാൻ പോയി അണ്ണന്മാർ ഇപ്പോഴും ജയിലിൽ കിടക്കുന്നേ ഉള്ളൂ. അതെ, ജീവിതമാണ് അവരവിടെ. സംഘപരിവാറിന് അവിടെ ഒരു കാര്യവുമില്ല. ആ സംഘപരിവാർ എന്ന് പറയുമ്പോൾ കേന്ദ്ര സർക്കാർ ഇതിനു മുമ്പുള്ള എല്ലാത്തിനകത്തുനിന്ന് ഇവരെ ഊരി വിട്ട് രക്ഷിച്ചതാണ്. ഇവിടെ സംഘപരിവാർ എന്ത് ചെയ്യാനാണ്? ഇത് നിയമപരമായിട്ടുള്ള കാര്യങ്ങളാണ് നീങ്ങുന്നത്. SFIയുടെ റിപ്പോർട്ട് കോടതി പറഞ്ഞു നിങ്ങൾക്ക് റെയ്ഡ് ചെയ്യാൻ അനുവാദം കൊടുക്കുന്നു. അത് സ്വാഭാവികമാണ്. നമ്മൾ റെയ്ഡ് ചെയ്യുക, ഇപ്പം എനിക്ക് ഓർമ്മയുണ്ട്, മറുനാടൻ ഷാജനെതിരായ കള്ളക്കേസിന്റെ പുറത്ത് എൻ്റെ വീട് റെയ്ഡ് ചെയ്യാൻ ഓർഡറുമായിട്ട് വന്നു. എന്ത് കാര്യത്തിനാണെന്ന് എനിക്കറിയില്ല. ഞാൻ ഈ കേസിൽ പ്രതിയല്ല. ഞാൻ ഇങ്ങേരുമായിട്ട് യാതൊരു സാമ്പത്തിക ഇടപാടുകളില്ല, ഒന്നുമില്ല. അങ്ങനെ നിൽക്കുന്ന എൻ്റെ വീട്ടിലൊരു സുപ്രഭാതത്തിൽ ഒരു വണ്ടി നിറയെ പോലീസ്, ഒരു വണ്ടിയൊന്നുമല്ല, 10-40 പേര് വന്ന് നിരന്ന് നിൽക്കുക, ഭീകരന്മാരെ പിടിക്കാൻ വരുന്ന പോലെ വന്ന് അകത്തേക്ക് കയറാൻ അനുമതി ചോദിച്ച് നിൽക്കുക. ചാടി കയറാനോ ചവിട്ടി തുറന്ന് അകത്ത് കയറി ഭീകരാന്തരീക്ഷം സൃഷ്ടിക്കാനോ പറഞ്ഞു വിട്ടത്. അതിനുള്ള ചങ്കൂറ്റം നമ്മുടെ നാട്ടിലെ പോലീസുകാർക്ക് ഇല്ലായിരുന്നുകൊണ്ട് അമ്മമാർ വെളിയിൽ വന്നിരുന്നു ബെല്ലടിച്ച്, ചേട്ടാ ഞങ്ങൾ ഇന്ന ആവശ്യത്തിന് വന്നതെന്ന് CI പറഞ്ഞു. CI നമുക്ക് എൻ്റെ വീട്ടിൽ വന്ന പോലീസുകാർ ഇത് തന്നെയാണ് പെരുമാറുന്നത്. അവർ പറഞ്ഞു നിങ്ങൾ ഉപദ്രവിക്കാനാണ് പറഞ്ഞു വെച്ചിട്ടുള്ളത്, നിർദ്ദേശമുള്ളത്. പക്ഷേ സുഖല കിടക്കണ അമ്മയാണ് അവിടെ ഉള്ളത്. അല്ല, ഒരു കേസിലും പ്രതിയല്ലാതെ നമുക്ക് ഇറങ്ങടാ പുറത്തൊന്നും വേണേൽ പറയാം. അതെ. പക്ഷേ ഒരു നിയമപരമായ വഴിയിലൂടെ ഒരു വാറണ്ടും ഒക്കെ ആയിട്ട് ഒരു സെർച്ചിന് വന്നു കഴിഞ്ഞാൽ നമ്മൾ അനുസരിക്കുക എന്നുള്ളത് നമ്മുടെ കടമയാണ്. അത് ED ആയാലും ശരി, ഇവിടുത്തെ സാധാ ലോക്കൽ പോലീസ് ആയാലും ശരി, ക്രൈംബ്രാഞ്ച് ആയാലും ശരി, CBI ആയാലും ശരി, അതിനോട് നമ്മൾ സഹകരിക്കുക. അവർ വന്നു, കണ്ടു, അവർ കയറി, നമുക്ക് മടിക്കാനോ നമുക്ക് പേടിക്കാനോ കാര്യമില്ലല്ലോ. പ്രധാനമായും കക്കൂസൊക്കെ പരതി അതെല്ലാം കഴിഞ്ഞ് അവർ പോയി. അവർക്ക് വേറെ പ്രശ്നം, അവർക്കും അറിയാം ഇതിൻ്റെ ഒന്നും ഒരാവശ്യവുമില്ല. ഞങ്ങളവിടെ അവർ MR അജിത്കുമാർ പറഞ്ഞു വിട്ടിരിക്കുകയാണ് പ്രത്യേകം, അവിടെ ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ച് ഇവനെ പിടിച്ചു കൊണ്ടുപോകണം, ഇവനെ നാട്ടുകാരുടെ മുമ്പിൽ നാറ്റിക്കണം എന്നൊക്കെ പറഞ്ഞു വിട്ടിരിക്കുകയാണ്. ഇങ്ങനെ ഒരു അവസരം കിട്ടിയതാണ്. പക്ഷേ എന്ത് ചെയ്യാം? ഇവർക്കാർക്കും അതിനുള്ള ആംബിയർ ഇല്ലായിരുന്നു, അതിനുള്ള ചങ്കൂറ്റ ഒരുത്തനും ഇല്ലായിരുന്നു. അത് കാരണം അവന്മാരെല്ലാം കട്ടയും പടവും മുടക്കി സ്ഥലം വിട്ടു. പക്ഷേ ഇവിടെ വന്നപ്പോൾ ഉള്ള പ്രശ്നം എന്താണ്? നിയമപരമായിട്ട് നടന്ന റെയ്ഡ്, ആ റെയ്ഡിനെ നേരിടുകയാണ്. അപ്പോൾ വെളിയിൽ നിന്ന് ഇവർ മുദ്രാവാക്യം വിളിക്കുമ്പോൾ കടകംപള്ളി സുരേന്ദ്രനും ഈ പറയുന്ന ശിവൻകുട്ടിയും ജോയിയും ഒക്കെ പറയുന്നുണ്ട്, കുഴപ്പമുണ്ടാക്കരുത്, നിങ്ങളാരും പ്രശ്നം ഉണ്ടാക്കണ്ട, പ്രതിഷേധിക്കുക, പിരിഞ്ഞു പോവുക. പക്ഷേ പെട്ടെന്നാണ് ഈ കളം മാറുന്നത്. പിണറായി വിജയൻ പുറത്തോട്ടിറങ്ങി വരുന്നു.
നമ്മളെ രാഷ്ട്രീയമായി പിന്നെ വേട്ടയാടാനുള്ള ശ്രമം നടക്കും. നാണമില്ല, അതാണ് ഏറ്റവും രസം. ഇയാൾക്ക് പറയാൻ വല്ലതാണോ ഉണ്ടോ? ഇയാളെ തിരക്കിയാണോ അവിടെ നിന്ന് ഇ ഡി വന്നത്? ഇയാളെ തിരക്കി അല്ലല്ലോ, വന്നത് ആരെ തിരക്കിയാണ്? വീണയെ തിരക്കി വന്നതാണ്. അതെ അതെ. അപ്പൊ വീണയെ തിരക്കി വന്നതാണ്. അപ്പൊ അത് എനിക്കെതിരായ രാഷ്ട്രീയ ആക്രമണമായിട്ട് ചിത്രീകരിച്ചുകൊണ്ട് ഇയാൾ മുഷ്ടി ചുരുട്ടി നമ്മൾ ഒന്നിച്ചങ്ങ് നേരിടും എന്ന് പറയുന്നതിന്റെ പുറകെയാണ് അവിടുന്ന് ഇറങ്ങിച്ചെന്ന ഇ ഡി ഉദ്യോഗസ്ഥരെ വണ്ടി തല്ലി തകർത്തതും ആ വാഹനങ്ങളുടെ കണ്ണാടി അടിച്ചു പൊട്ടിച്ചതും, അതെ, ആ ഡ്രൈവറുടെ കണ്ണിന് പരിക്കേറ്റതും. അതിനുശേഷം എന്തുപറ്റി? ഇവന്മാർ വലിയ ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ച് ഈ 3 വാഹനങ്ങളുടെ നേരെ ആക്രോശിച്ച് പാഞ്ഞെടുത്തു. ഇതെല്ലാം കഴിഞ്ഞ് ഈ പൊട്ടിയ കണ്ണാടി അതും ഇതുമൊക്കെ ആയിട്ട് ചെല്ലുമ്പോഴാണ് മുട്ട എറിയുന്നത്. അത് മനഃപൂർവ്വം വന്ന് നിന്ന് മുട്ട എറിയുന്നതിന് പോലീസുകാർ ഒത്താശ ചെയ്തു. അത് ഹൈവേ റോബറി അങ്ങനെയാണല്ലോ, ഇവർക്കെല്ലാം ആ പരിചയം കാണും. അതെ, ഏത് ഹൈവേയിൽ മുട്ട എറിയുമല്ലോ, മുട്ട എറിഞ്ഞിട്ടുള്ള ഗ്ലാസ്സിൽ നമ്മൾ അറിയാതെ വയപ്പറിടുമ്പോൾ അതെ മങ്ങ് വന്ന് മോഷണം പിടിച്ചെറിയുന്ന പരിപാടിയാണ് ഹൈവേയിൽ നടക്കാറുള്ളത്. അതേ അവിടുത്തെ അതേ പരിപാടി ഇവിടെ ചെയ്തു. മുട്ട എറിയുന്നതിന്റെ വിഷ്വൽ കണ്ടാൽ നമുക്ക് മനസ്സിലാവും പോലീസുകാർക്ക് അറിയാം ഇവന്മാർ മുട്ട എറിയാമെന്ന് നിൽക്കുകയാണെന്ന്. അത് മനഃപൂർവ്വം പോലീസ് അത് ഇ ഡി ഉദ്യോഗസ്ഥരെ ആക്രമിക്കാൻ ഈ പോലീസ് അനുവദിച്ചു. നോക്കി നിന്നിട്ട് ഇതിനെ അനുവദിച്ചു കഴിഞ്ഞിട്ട് എന്ത് പറ്റി? പിന്നെയാണ് ഇവർ ഉണർന്നെണീൽക്കുന്നത്. അന്ന് ആഭ്യന്തരമന്ത്രിയും വിഡ്ഢിത്തരം പറഞ്ഞു, ഞങ്ങളെ അറിയിക്കാതെ വന്നു, അവിടെ എന്ത് സാധനം ഞങ്ങൾക്ക് അറിയില്ല. അന്ന് ഇന്നും നമ്മൾ ചോദിക്കുന്നുണ്ട്, പിന്നെ എന്തിനാണ് ഇവിടുത്തെ ഇന്റലിജൻസ് സംവിധാനം, രഹസ്യ പോലീസ് എന്തിനാണ്, ഇന്റലിജൻസ് എന്തിനാണ്? ഈ ഇന്റലിജൻസ് സംവിധാനം റിപ്പോർട്ട് ചെയ്തതാണ് ഇവിടെ ഇന്നടത്ത് ഇന്ന പോലെ വലിയ സിറ്റുവേഷൻ ഉണ്ട്, വലിയ സംഘടന നടക്കാനുള്ള സാധ്യതയുണ്ട്, ആക്രമണം നടക്കാനുള്ള സാധ്യതയുണ്ട്, ഉദ്യോഗസ്ഥരെ മർദ്ദിക്കാനുള്ള സാധ്യതയുണ്ട്, ഇതെല്ലാം കൊടുത്തതാണ്. പക്ഷേ ഈ കേരള പോലീസ് അനങ്ങിയില്ല. അതിന് വേണ്ട ഒത്താശ. മാത്രമല്ല, നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഈ കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്ഥാപനം റിസർവ് ബാങ്കിന്റെ തൊട്ട് മുന്നിലാണ് ഇരിക്കുന്നത്, റിസർവ് ബാങ്കിന്റെ ഓഫീസ്. അവിടെയാണ് ഇവർ ഇത്രയും വലിയ പരാക്രമം നടത്തിയത്. അപ്പോൾ എന്നിട്ട് എന്താ സംഭവിക്കുന്നത്? എന്നിട്ട് ഈ പ്രതികളെല്ലാം കൂടി പിന്നെ CPM പാളയത്തെ ഏരിയ കമ്മിറ്റി ഓഫീസിൽ ഒളിച്ചിരിക്കുന്നു. അതിനുശേഷം അവിടെ ചെന്ന് പോലീസുകാർ യാചിക്കുകയാണ്, എങ്ങനെയെങ്കിലും ഒന്ന് വിട്ടുതരാമോ, നിങ്ങളൊന്ന് വിട്ടുതരുമോ, നിങ്ങൾ നേരത്തെ പറഞ്ഞ അക്രമം നടത്തുന്നില്ലെന്നായിരുന്നല്ലോ സാറേ, ഒന്ന് വിട്ടുതരുമോ സാറേ എന്ന് പറഞ്ഞ് അവർ ചെല്ലുകയാണ്. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കി, ഇത്രയും ഇതുണ്ടാക്കിയിട്ട് ഇയാൾ മുഷ്ടി ചുരുട്ടി നമ്മൾ ഒന്നിച്ചങ്ങ് ഇറങ്ങുകയല്ലേ എന്ന് പറഞ്ഞു. ഒരു ലോഡ് കട്ട, ഒരു ലോഡ് മുട്ട, അത് കഴിഞ്ഞ് ഈ പറഞ്ഞ പോലെ തല്ലിപ്പൊട്ടിക്കൽ, ആക്രമാസക്തം എല്ലാം കഴിഞ്ഞു. അപ്പോൾ അതോടെ എന്നിട്ട് നാട് നീളെ പ്രകടനം നടന്നു. ഡൽഹി തത്തി പോയി പുള്ളിയെ പൊളിച്ച് വണ്ടിക്കകത്ത് കയറ്റി 54 കിലോമീറ്റർ അകലെ കൊണ്ട് ഇറക്കി പോടാന്ന് പറഞ്ഞു. എന്നിട്ട് ഈ നാട് മുഴുവൻ പിണറായി വിജയനെതിരെ അതിക്രമം നോക്കിക്കാന്ന് പറഞ്ഞ് ഓരോ ചോട്ടാ നേതാക്കൾ വരെ ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇടുന്നു. പിണറായി വിജയനെ തൊടാൻ, രോമത്തെ തൊടാൻ ഞങ്ങൾ അനുവദിക്കില്ല. പിണറായി വിജയനെ തൊടാൻ അവിടെ ആരും ചെന്നില്ല. ചെന്നത് വീണയെ തൊടാനാ ചെന്നത്. എന്ത് കാര്യം കൊണ്ടാണെന്ന് ചോദിച്ചാൽ അതിന് കൃത്യമായ തെളിവുള്ളത് കൊണ്ടാണ്. അപ്പോൾ കേരളം മുഴുവൻ നിന്ന് കത്തി എന്തൊരു പ്രകടനമായിരുന്നു ഇവിടെ പിണറായി വിജയൻ. അതോടുകൂടി ഏറ്റവും രസകരമായൊരു കാര്യം, ഇവർ തന്നെ ഒരു വ്യാഖ്യാനം അങ്ങ് ചമച്ചു. പിണറായി ആകെ വഷളായി വെളുത്ത് നിൽക്കുന്ന സമയത്ത് അദ്ദേഹത്തെ ഇരട്ടി ശക്തിയോടെ തിരിച്ചു കൊണ്ടുവരാൻ ED റൈഡ് ഉപകരിച്ചു എന്നുള്ള രീതിയിൽ ഒരു വലിയൊരു നറേറ്റീവ് എനിക്ക് എനിക്കത് എത്ര തവണ അങ്ങോട്ട് വായിച്ചിട്ടും കണ്ടിട്ടും എനിക്കൊണ്ട് മനസ്സിലായി. ഇയാൾ എവിടെ ശക്തി ആർജിച്ചു, എന്ത് ശക്തി ആർജിച്ചു? അതെ, ഇയാള് മുഖ്യമന്ത്രി എന്ന ഇമ്മ്യൂണിറ്റി അത് ഉപയോഗിച്ചുകൊണ്ട് ഇയാളുടെ മകളെ കൈക്കൂലി വാങ്ങിയ കോഴ വാങ്ങിയ മകളെ സംരക്ഷിച്ചു നിർത്തി കഴിഞ്ഞ 5 വർഷം. ഇപ്പോൾ അവരുടെ ഭരണം മാറിക്കഴിഞ്ഞപ്പം മുഖ്യമന്ത്രി ഇല്ല, പ്രധാനമന്ത്രി ഇല്ല, ആരുമില്ല. ഇയാൾ വെറും ഒരു സാധാരണക്കാരനായി മാറി. ഒരു പ്രതിപക്ഷ നേതാവിന്റെ പദവിയുണ്ട്, ആരും മൈൻഡ് പോലും ചെയ്യുന്നില്ല. രാജിവെച്ചിട്ട് ഇറങ്ങി പോടുമെന്ന് സ്വന്തം പാർട്ടിക്കാർ തന്നെ പറയും. അപ്പൊ അങ്ങനെയുള്ളിടത്ത് എങ്ങനെ ഇയാൾക്ക് ഈ പിന്നെ തിരിച്ചു വന്നു എന്ന് ആരാണ് പറയുന്നത്? ഇപ്പോഴും അങ്ങനെ എല്ലാ മീറ്റിങ്ങിനകത്ത് ഓരോരുത്തരും ചീത്ത പറഞ്ഞു. അല്ല, മാത്രമല്ല ഇന്നത്തെ വീണയുടെ എൻട്രിക്ക് ഒരു മാസ് എൻട്രി ആയിരുന്നു ഉദ്ദേശിച്ചത്. മാസം ആയില്ല അത്, കാരണം നേരെ കാറിലങ്ങ് അകത്തേറി പോകാൻ. അല്ല, അപ്പൊ നമ്മൾ പറഞ്ഞതല്ല. ഇത്തവണ വീണമോള് വിചാരിച്ചത് കട്ടയും മുട്ടയും ഒക്കെ ആയിട്ട് ഒരു ലോഡ് മെറ്റിലും ഒരു 2 ലോഡ് ഇഷ്ടിയൊക്കെ ചുടുകട്ടയൊക്കെ ആയിട്ട് നമ്മുടെ സഹാക്കന്മാർ നിരങ്ങി വന്ന് വീണാമോൾക്ക് അഭിവാദ്യങ്ങൾ അർപ്പിച്ച് സിന്ദാബാദ് വിളിക്കുമെന്നാണ് കരുതിയിരുന്നത്. ഇതൊന്നുമില്ല, ഇറക്കി വിട്ടു, മാസ്കും ഒക്കെ വെച്ച് ചാടി കയറി. അപ്പോഴേ പെരക്കകത്ത് കയറി, ED ഓഫീസിനകത്ത് കയറി. മാത്രം വന്ന കാരണം പ്രത്യേകതയുണ്ട്. പിന്നെ ഒറ്റ സഖാക്കളെ പ്രസ്താവനയും കൊണ്ട് കണ്ടിട്ടില്ല, ഒരു സഖാക്കളെയും പ്രസ്താവനയും കൊണ്ട് വെളിയിൽ കണ്ടിട്ടില്ല. അല്ലെങ്കിൽ ഇപ്പം MP ഗോവിന്ദൻ താത്വിക അവലോകനം നടത്തേണ്ടതാണ്, തോമസ് ഐസക് ഇവരെ എല്ലാം വലിയ അവലോകനം കാണാം. അവലോകനം നമ്മൾ വിട്ടുപോയതാണ്. ഈ KSRTC സ്ത്രീകളുടെ സൗജന്യം രാവിലെ 9 മണി തൊട്ട് വൈകുന്നേരം വരെ ഉള്ളൂ എന്നൊരു പ്രസ്ഥാനം നടത്തി. പിന്നെയാണ് അറിഞ്ഞത് അത് ഉദ്ഘാടന ദിവസം സംഭവിച്ചതാണ്. എന്നാ ശരി, സോറി, ഞാൻ പോവേണമെന്ന്.
നമ്മൾ ഒറ്റക്കെട്ടായിട്ട് ഇറങ്ങുമല്ലേ എന്ന് പറഞ്ഞാൽ പിണറായി വിജയനെ പോലും ആ പരിസരത്തെങ്ങും കണ്ടിട്ടില്ല. എന്തായാലും ഒരു കാര്യം സഖാക്കന്മാർക്ക് മനസ്സിലായി, വീണമോള് മോഷ്ടിച്ചത് തന്നെയാണ്, അല്ലെ കൈക്കൂലി വാങ്ങിയത് തന്നെയാണ്. ഞങ്ങൾ അതിൻ്റെ പേരിൽ പോയി കിടന്ന ഇന്ന് നാണ്ട കിടക്കുക 25 അവിടെ കിടക്കുക ആഞ്ഞ് ശ്രമിക്കുന്നുണ്ട് ജാമ്യം കിട്ടാൻ വേണ്ടി. കിട്ടുന്ന കാര്യത്തിൽ വളരെയധികം സംശയമുണ്ട്. ഏതായാലും മാത്രമല്ല വീണ വന്ന കാരണം ചില പ്രത്യേകതകളുണ്ടല്ലോ. ആ നമ്പർ എടുക്കും, കട്ടയും മൊട്ടയും ഒക്കെ ആയിട്ട് കുട്ടി വന്നിട്ടുണ്ട്. ആ കുട്ടി ഇപ്പോൾ അവിടെ ചോദ്യം ചെയ്യലിന് വിധേയമായിക്കൊണ്ടിരിക്കുകയാണ്. ഇറങ്ങി വരുമ്പോൾ അറിയാം കുട്ടിക്ക് എന്ത് സംഭവിക്കുമെന്ന്. കട്ടയും മൊട്ടയും ഇല്ലാതെ ഉള്ള കട്ടയും മൊട്ടയായിട്ട് വന്ന് എന്നെ ഇവർ രക്ഷിക്കുമെന്നുള്ള പ്രതീക്ഷയും അസ്ഥാനത്തായി.